മോദിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബീർബഹൂട്ടി പ്രഭാത് എഴുതിയ ബീർബഹൂട്ടിയെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യ ഭാഗത്തിൽ കണ്ടായിരുന്നു എന്തുവാണ് മഴ പെയ്ത ആ ഒരു സിറ്റുവേഷനും പുലേര ജംഗ്ഷനെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നതും അവർ രണ്ടുപേരും സാഹിലും ബേലയും ബീർബഹൂട്ടി അന്വേഷിക്കുന്നതും മഷി നിറയ്ക്കാൻ പോകുന്ന രംഗവും പിന്നെ സുരേന്ദ്ര സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ചും സാറിൻ്റെ ശിക്ഷാ രീതികളെക്കുറിച്ചും പിന്നെ ദീപാവലി അവധി കഴിഞ്ഞ് വന്നപ്പോൾ ബേലയുടെ തലയിലൊരു മുറിവുണ്ടായി എന്നുള്ളതും അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് അതിൻ്റെ ബാക്കിയാണ്. ഇനി അടുത്ത പാരഗ്രാഫ് തൊട്ട് रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. वह एक स्टूल पर चढ़कर झूला था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. उसे सरकारी अस्पताल में पट्टी बांधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है, सिर में पट्टी बांधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई दे रहे जिनमें एक के सिर में पट्टी बांधी होती और एक की पिंडली में सफ़ेद पट्टी लगवाए. ये दोनों कहीं पर साथ ही दिखाई देते हैं. 5वीं कक्षा का रिजल्ट आ गया. दोनों छठी में आ गए. यह स्कूल 5वीं तक ही था. साहिल, अब तुम कहाँ पढ़ेगे? बेला ने पूछा. और तुम कहाँ पढ़ेगी? साहिल ने पूछा. मेरे पापा कह रहे थे तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम मुझे अगले साल अजमेर भेज देंगे. वहाँ में एक हॉस्टल है. घर से दूर वहाँ अकेला रहूँगा. क्यों साहिल? पता नहीं क्यों. तो यानी कि अब तुम फुलेरा में ही नहीं रहेंगे? नहीं. तुम्हारा रिपोर्ट कार्ड दिखाना. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छूकर देख रहे थे. तुम्हारी आंख में आंसू क्यों आ रहे हैं बेला? मुझे क्या पता, बेला ने डडबडाई आंखों से हंसते हुए कहा. അപ്പോൾ നമുക്ക് നോക്കാം. രവിവാർ കാ ദിൻ था. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ കണ്ടു. ബേലയുടെ തലയിൽ മുറിവ് പറ്റിയത് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. അപ്പോൾ സാഹിൽ എന്ത് ചെയ്യാണ്? അവൻ്റെ വീട്ടിലെ വേപ്പുമരത്തിൽ കയറി വേപ്പുമരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അതിൻ്റെ ചില്ലയിൽ പിടിച്ച് ഊഞ്ഞാലാടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വഹേക്ക് സ്റ്റൂൾ पर चढ़कर झूलता था. അവനൊരു സ്റ്റൂളിൻ്റെ പുറത്ത് കയറിയാണ് ആടിക്കൊണ്ടിരുന്നത്. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. അപ്പോൾ ആ പൊട്ടിയിരുന്ന സ്റ്റൂളായിരുന്നപ്പോൾ വേപ്പുമരത്തിൻ്റെ താഴെ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് ഞായറാഴ്ച ദിവസം സാഹിൽ സ്റ്റൂളിൻ്റെ പുറത്ത് കയറി എന്ത് ചെയ്യായിരുന്നു? ഊഞ്ഞാലാടി കളിക്കുമായിരുന്നു. കൊമ്പിൽ പിടിച്ച് ആടിക്കൊണ്ട് നിന്ന വഴിക്ക് പൊട്ടിയ സ്റ്റൂളിൽ ഒരു ആണി എന്ത് ചെയ്തു? സാഹിലിൻ്റെ കാലിൽ കൊണ്ടു. കാലിലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ആ മുട്ടിന് താഴെയുള്ള പാർട്ടുണ്ടല്ലോ അവിടെ പൊത്തു. പിണ്ടലി മേ ലഗ് പൊത്ത് എന്ത് ചെയ്തു? മുറിഞ്ഞു. 1 इंच गहरा गड्ढा हो गई. 1 इंच ആഴത്തിലുള്ള ഒരു വലിയൊരു മുറിവ് ഉണ്ടായി. उसे सरकारी अस्पताल में पट्टी बांधवाने के लिए ले जाया गया. സാഹിലിനെ ഉടനെ തന്നെ എന്ത് ചെയ്തു? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ബാൻഡേജ് അല്ലെങ്കിൽ മുറിവ് വെച്ചിടാൻ വേണ്ടി കൊണ്ടുപോയി. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. അപ്പോഴാണ് സാഹിൽ കണ്ടത് സാഹിലിന് മുന്നിൽ 2 ആൾക്കാർക്ക് മുന്നിലായിട്ട് ബേല ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സിർ മേ പട്ടി ബാന്ധവാനെ ആയി ഹെ. ബേല എന്തിനാ വന്നത്? അവളും തലയിൽ എന്താണ് ബാൻഡേജ് ചുറ്റാനാണ് വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ അവളൊന്ന് വീണു. അപ്പം അതും മരുന്ന് വെക്കാൻ വേണ്ടിയിട്ട് ബേല നിൽക്കുന്നുണ്ട്. സാഹിൽ നിൽക്കുന്നതിന് 2-3 ആൾക്കാർക്ക് മുന്നിലായിട്ട് ബേലയും നിൽക്കുന്നുണ്ട്. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 बच्चे ऐसे दिखाई रहे जिसमें एक के सिर पर पट्टी बांधी होती और एक की पिंडली में. അപ്പോൾ സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്ത ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന എന്താണ് 2 കുട്ടികൾ.
അതായത് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ ഒരുപാട് ദിവസങ്ങളോളം എങ്ങനെ കാണപ്പെട്ടു? ഭയങ്കര കൂട്ടുകാരാണ്. അവരുടെ ഒരാളുടെ തലയിൽ ഒരു മുറിവ്, ഒരാളുടെ കാലിൽ. അതാരാണ് ആ കുട്ടികൾ? നമ്മുടെ സാഹിലും ബേലയും. സഫേദ് പട്ടി വാലെ ഏ ദോനോ കഹീം ഭി സാത്ത് ഹി ദിഖായി ദേത്തെ. എവിടെ പോയാലും ഈ 2 കുട്ടികൾ എങ്ങനെയാ പോകൂ? ഒരുമിച്ചേ പോകാറുള്ളൂ. 5वीं कक्षा का റിസൾട്ട് ആയ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ദോനോ ഛടി മേ ആകെ. രണ്ടുപേരും എത്രാം ക്ലാസ്സിലോട്ടായി? 6ാം ക്ലാസ്സിലോട്ടായി. യഹ് സ്കൂൾ 5वीं തക് ഹി താ. ഈ സ്കൂൾ എത്രാം ക്ലാസ് വരെ ഉള്ളൂ? 5ാം ക്ലാസ് വരെ ഉള്ളൂ. സാഹിൽ അബ് തും കഹാം പഠോगे? ബേലാനെ പൂച്ച. അപ്പൊ ബേല സാഹിലിനോട് ചോദിച്ചു, സാഹിൽ നീ എവിടെയാണ് പഠിക്കുക? ഓർ തും കഹാം പഠോगी? ബേല സാഹിലിനെ പൂച്ച. അപ്പൊ സാഹിൽ തിരിച്ചു ചോദിച്ചു, നീ എവിടെയാണ് ബേല നീ പഠിക്കുക? മേരെ പപ്പ കഹ് രഹേ थे തുझे രാജകീയ കന്യാ പാഠശാലാമേം പഠേंगे और तुम. എൻ്റെ അച്ഛൻ പറഞ്ഞു എന്നെ എന്ത് ചെയ്യാണ്? രാജകീയ കന്യാ ഗേൾസ് ഹൈസ്കൂളിലാണ് ഇനി പഠിക്കാനായിട്ട് വിടുന്നത്. മുझे അഗലെ സാൽ അജ്മീർ ഭേജ് देंगे. എന്നെ അടുത്ത ക്ലാസ്സിൽ, അതായത് 6ാം ക്ലാസ്സിൽ അജ്മീറിലോട്ടാക്കും. വഹാം ഏക്ക് ഹോസ്റ്റൽ ഹേ. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഘർ സേ ദൂർ വഹാ അകേല രഹൂങ്ക. ഞാനാണേൽ വീട്ടിൽ നിന്ന് ദൂരെ അവിടെ ഹോസ്റ്റലിലായിരിക്കും താമസിക്കുക എന്ന് ആര് പറഞ്ഞു? സാഹിൽ പറഞ്ഞു. ക്യോ സാഹിൽ? അതെന്താ സാഹിൽ അങ്ങനെ? പതാനഹിക്കോ, എന്താണെന്ന് അറിയില്ല, പക്ഷെ ഞാനിനി അജ്മീറിലാണ് പഠിക്കുക. तो यानी कि अब तुम फुलेरा में ही नहीं रहेंगे. അപ്പോൾ നീ ഇനി ഫുലേരയിൽ താമസിക്കില്ലേ? നഹി, ഇല്ല. തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാനാ. ബേല നിന്റെ പ്രോഗ്രസ് കാർഡ് ഞാനൊന്ന് നോക്കട്ടെ. സാഹിൽ ബേല का പ്രോഗ്രസ് കാർഡ് देख रहा था. ബേല സാഹിൽ का. അപ്പോൾ സാഹിൽ ബേലയുടെ പ്രോഗ്രസ് കാർഡ് വാങ്ങി നോക്കി. ബേല സാഹിലിൻ്റെയും. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരേക്ക് കൊയ് ചീസ് കോ ചൂക്കർ ദേഖ് രഹേ थे. അന്ന് അവസാനമായിട്ട് പരസ്പരം അവരെന്ത് ചെയ്തു? അവരുടെ പ്രോഗ്രസ് കാർഡ് എക്സ്ചേഞ്ച് ചെയ്ത് നോക്കി. തുമാരി ആംഖ് ആസും കൈസേ ആ രഹേ ഹേ ബേല. നിന്റെ കണ്ണെന്താണ് ബേല? നിന്റെ കണ്ണിന് എന്താണ് ബേല കണ്ണുനീര് വന്നേക്കുന്നത്? കാരണം ലാസ്റ്റ് നിമിഷമാണ്, അവർ പിരിഞ്ഞു പോകാൻ സമയമായി. അപ്പോൾ ബേലയുടെ കണ്ണെന്ത് ചെയ്തിരിക്കുകയാണ്? നിറഞ്ഞിരിക്കുന്നു. മുझे क्या पता. ബേലാനെ ഡഡ്ബഡായി ആംഗോം സെ ഹത്തെ ഹുയെ കഹ. അപ്പോൾ നിറഞ്ഞ കണ്ണുകളോട് കൂടി അവൾ ചോദിച്ചു, എനിക്കെങ്ങനെ അറിയാം എൻ്റെ കണ്ണ് എന്താണ് നിറഞ്ഞിരിക്കുന്നതെന്ന്. സാഹിൽ की आंखें बीरबहूटी की तरह लाल होने लगी थी. ബീർബഹൂട്ടിയെ പോലെ സാഹിലിൻ്റെ കണ്ണുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ചുമക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ സാഹിലിന് എന്ത് വന്നു? സങ്കടം വന്നു. ഉന്മേ ബാരിഷ് കി ബൂന്തോം സാ പാനി ഫർ രഹാ था. അവൻ്റെ കണ്ണിലും മഴ പോലെ എന്ത് വന്നു? വെള്ളം വന്നു. ബേല കഹ്നെ ലഗി മേൻ ചിടാവും അബ് തുബേ. അപ്പോൾ ബേല ചോദിച്ചു, എന്നെ കളിയാക്കിയിട്ട് ഇപ്പം നീയോ? രോണി സൂരജ് സാഹിൽ. നമ്മൾ പറയില്ലേ കരഞ്ചി അല്ലേ, കരഞ്ചി എന്ന്. കരയണ കുട്ടി എന്ന് പറയത്തില്ല, അതുപോലെ കരഞ്ചി സാഹിൽ എന്നും പറഞ്ഞ അവൾ ആരെ കളിയാക്കി? സാഹിലിനെ കളിയാക്കി. ബാരിഷ് ആനെ മേ 8 മഹീന ബാക്കി था. മഴ പെയ്യാൻ ഇനിയും 1.5 മാസമുണ്ട്. ലേക്കിൻ ഏക ബാരിഷോം സെ പഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ था. മഴയ്ക്ക് മുന്നേ ഉള്ളൊരു മഴക്കാലമായിരുന്നു. ആസ്മാൻ മേ ഘടായേ ഘിരി थी. ആകാശത്ത് മഴമേഘങ്ങൾ നിറഞ്ഞു. തൂൾ ഭരി തേസ് ഹവായും ചലി രഹി थी. പൊടി നിറഞ്ഞ കാറ്റ് ശക്തമായി വീശി തുടങ്ങി. പാനി ബർസ് രഹാ था. എന്ത് പെയ്യാൻ തുടങ്ങി? മഴ പെയ്യാൻ തുടങ്ങി. फुलेरा कस्बे की बादल छाई गली में 5वीं से छड़ी में चल गई एक लड़की जा रही थी. ഫുലേര എന്ന് പറയുന്ന ആ ചെറിയ പട്ടണത്തിൽ എന്താണ് മഴമേഘങ്ങൾ നിറഞ്ഞ ആ തെരുവിൽ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്കാകുന്ന ഒരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ട്. ഉസ്കെ പൂരെ ബാൽ ബീർബഹൂട്ടിയൊക്കെ രംഗക്കെ ലാൽ റിബൺ സെ ബന്ധേ थे. അവളുടെ മുടി മുഴുവൻ ഒരു ചുമന്ന റിബണിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. ദൂസരി ദിശാക്കോ ജാതി ഏക് ഗലിമേ. മറ്റൊരു ദിശയിലേക്ക് പോകുന്ന ആ തെരുവിൽ 5वीं से छड़ी में गया कि 11 साल का लड़का. 5ൽ നിന്നും 6ലേക്ക് ആയ ഒരു 11 വയസ്സുള്ള ഒരു ആൺകുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു. इसकी पिंडली में बीरबहूटियों के रंग सा 1 इंच लंबा चोट का निशान था. അവൻ്റെ എന്താണ് കാലിന് മുട്ടിന് താഴെയായിട്ട് എന്താണ് 1 ഇഞ്ച് നീളത്തിൽ റെഡിഷ് കളറിലുള്ള ഒരു മുറിവിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. അത് സാഹിലാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇവരുടെ മാനസിക സംഘർഷങ്ങളാണ് ആ പറഞ്ഞേക്കുന്നത്. അത് അത്രയും സങ്കടം, ആ സങ്കടത്തെയാണ് പ്രകൃതിയായിട്ട് ഉപമിച്ച് പ്രകൃതിയിലും അതുപോലെ മഴയ്ക്ക് മുന്നേ ഉള്ള ഒരു മഴക്കാലത്തെ ഇവിടെ ചിത്രീകരിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രവിവാർ കാ ദിൻ था, ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ അപ്പനെ ഘർ മേ നീം കെ പേട് കി ഡാലി പകട്കർ ചൂം രഹാ था. സാഹിൽ ആ വീട്ടിലെ വേപ്പുമരത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് ആടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വക സ്റ്റൂൾ पर चढ़कर झूलता था. അവനൊരു സ്റ്റൂളിൻ്റെ പുറത്ത് കയറിയാണ് എന്ത് ചെയ്തത്, ആടിക്കൊണ്ടിരുന്നത്. അചാനക് ടൂട്ടെ സ്റ്റൂൾ കി ഏക് കീൽ സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. പെട്ടെന്ന് പൊട്ടിയ സ്റ്റൂളിൽ നിന്ന് ഒരാണി ആ സാഹിലിൻ്റെ മുട്ടിന് താഴെയായിട്ട് കൊണ്ടു. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോ ഗയ. 1 ഇഞ്ച് ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായി. ഉസേ സർക്കാരി ആസ്പതാൽ മേ പട്ടി ബാന്ധവാനെ കെ ലിയെ ലേ ജായാ ഗയ. അങ്ങനെ അവനെ എന്ത് ചെയ്തു, സർക്കാർ ഹോസ്പിറ്റലിലോട്ട് ബാൻഡേജ് ചുറ്റാൻ വേണ്ടി കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി 2 ലോഗോं को छोड़कर आगे ബേല ഖടി ഹേ. അവിടെ നിന്ന് 2 ആൾക്കാർക്ക് മുന്നിലായിട്ട് ബേല നിൽക്കുന്നുണ്ട്. സിർമേ പട്ടി ബാന്ധവാനെ ആയി ഹേ. അവൾ തലയിലുള്ള ആ ബാൻഡേജ് ചുറ്റാൻ വേണ്ടി വന്നതാണ്. സ്കൂൾ ആത്തേ ജാത്തേ ഹുയേ. സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന और एक कक्षा में कई दिनों तक ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 ऐसे बच्चे दिखाई देते हैं. ഒരേപോലുള്ള അത്തരത്തിലുള്ള 2 കുട്ടികളെ കാണാമായിരുന്നു. जिनमें एक के सिर पर पट्टी बांधी होती और एक की पिंडली में. ഒരാളുടെ തലയിലായിരുന്നു ബാൻഡേജ് എങ്കിൽ ഒരാളുടെ കാലിലായിരുന്നു. सफेद पट्टी बांध वाले ये दोनों कहीं पर भी साथ ही दिखाई देते. ഈ തലയിലും കാലിലും മുറിവ് വെച്ചിട്ട് ഈ 2 കുട്ടികൾ എല്ലാ സ്ഥലത്തും ഒരുമിച്ചാണ് കാണാറുള്ളത്. 5वीं कक्षा का रिजल्ट आ गया. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. दोनों छठी में आ गए. 2 പേരും 6ാം ക്ലാസ്സിലായി. ഏക സ്കൂൾ 5वीं तक की ही था. അപ്പോൾ ഇവിടുത്തെ സ്കൂൾ എത്രാം ക്ലാസ് വരെയുള്ളൂ, 5ാം ക്ലാസ് വരെയുള്ളൂ. സാഹിൽ അബ് തും കഹാം പഠോगे. ബേലാനെ പൂച്ച. അപ്പോൾ ബേല ചോദിച്ചു, സാഹിൽ നീ ഇനി എവിടെയാണ് പഠിക്കുക? और तुम कहाँ പഠോगी ബേല സാഹിലിനെ പൂച്ച. അപ്പോൾ സാഹിൽ ചോദിച്ചു, നീ എവിടെയാണ് പഠിക്കുക എന്ന് ബേലയോടും ചോദിച്ചു. മേരാ പപ്പ കഹ് രഹേ കി രാജകീയ കന്യാ പാഠശാല പഠോगे. ഓർ തും. എൻ്റെ അച്ഛൻ പറഞ്ഞു എന്താണ്, ഗേൾസ് അല്ലേ, രാജകീയ കന്യാ പാഠശാലയിലാണ് എന്നെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. നിന്നെയോ? മുച്ചെ അഗലേ സാൽ അജ്മീർ പേജ് ദേഗെ. എന്നെ 6ാം ക്ലാസ്സിൽ അജ്മീറിലാക്കും. വഹാമേക്ക് ഹോസ്റ്റൽ ഹേ. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഖർസെ ദൂർ വഹ അകേല രഹൂങ്ക. വീട്ടിൽ നിന്ന് മാറി ദൂരെ അവിടെ ഹോസ്റ്റലിൽ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുക. ക്യോ സാഹിൽ. അതെന്താ അങ്ങനെ? പതാ നഹിക്കോ. എനിക്കറിയില്ല. തോ യാനിക്കിത്തും പുലേരാമേനെ നഹി രഹേഗി. അപ്പോൾ നീ ഇനി പുലേരയിലല്ലേ നിൽക്കുന്നത്? നഹി തുമാരെ റിപ്പോർട്ട് കാർഡ് ദിഖാനാ. നിൻ്റെ റിപ്പോർട്ട് കാർഡ്, പ്രോഗ്രസ് കാർഡ് കാണിക്കൂ. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ. ബേല സാഹിൽ കാ. സാഹിൽ ബേലയുടെ പ്രോഗ്രസ് കാർഡ് നോക്കി, ബേല സാഹിലിൻ്റെത് നോക്കി. ആജ് ആഖിരി ബാരി വേ ദൂസരേക്ക് കോയി ചീസ് കോ ചൂക്കർ ദേഖ് രഹേ തേ. അന്ന് അവസാനമായിട്ട് അവർ പരസ്പരം എന്ത് ചെയ്തു, അവരുടെ സാധനങ്ങൾ തൊട്ട് നോക്കി. എന്ന് വെച്ചാൽ പ്രോഗ്രസ് കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തു. തുമാരി ആങ്കുമേ ആസു ക്യോ ആ രഹേ ഹേ ബേല. നിന്റെ കണ്ണിൽ എന്താണ് ബേല കണ്ണുനീര് വരുന്നത്? മുച്ചയ്ക്കാപ്പത. ബേലാനെ ഡെഡ് ബെഡായി ആങ്കോംസെ ഹസ്തേ ഹുയെ കഹ. അവളാണെങ്കിൽ എന്ത് ചെയ്തു, കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നല്ലേ, അത് കണ്ണ് പടപട അടച്ചിട്ട് എന്ത് ചെയ്ത് കണ്ണ് ചിമ്മിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെനിക്കെങ്ങനെ അറിയാം, ഞാൻ എന്തിനാ കരയണേന്ന്. സാഹിൽ കി ആങ്കേം ബീർബഹൂട്ടിക്ക് തരക് ലാൽ ഹോനെ ലഗി തി. സാഹിലിൻ്റെ കണ്ണും ബീർബഹൂട്ടിയുടെ പോലെ റെഡ് കളറായി. ഉസ്മേ ബാരിഷ് കി ബൂന്തോം സ പാനി ഫർ ഗയാ ത. അതിൽ മഴ പോലെ എന്ത് ചെയ്തു, കണ്ണുനീര് നടന്നു. ബേല കഹനയിലേക്ക് ബേല പറയാൻ തുടങ്ങി, മേൻ ചിട്ടാവും അബു തുമ്മേ. എന്നെ കളിയാക്കിയിട്ട് ഇപ്പോൾ നീയോ രോണി സൂര്യ സാഹിൽ അയ്യേ കരയുന്ന സാഹിൽ, കരഞ്ച് സാഹിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബേല എന്ത് ചെയ്തു, കളിയാക്കി. ബാരിഷ് ആനേമേ 1.5 മഹീന ബാക്കി താ. ഇനിയും മഴ പെയ്യാൻ 1.5 മാസം ബാക്കിയുണ്ട്. ലേക്കിൻ ഏക് ബാരിഷോം സെ പഹലെ ബാരിഷ് കാ ഏക് ദിൻ താ. ഇത് മഴയ്ക്ക് മുന്നേയുള്ള മഴക്കാലമായിരുന്നു. ആസ്മാനിമേ ഖടായേം ഖിരീതി. ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞു. തൂൾവരി തേസ് ഹവായേം ചൽ രഹി തി. പൊടിക്കാറ്റ് ശക്തമായിട്ട് വീശാൻ തുടങ്ങി. പാനി ബർസ് രഹാത്ത. മഴ പെയ്യാൻ തുടങ്ങി. ഫുലേര കസ്ബേ കി ബാദൽ ഛായി ഏക് ഗലി മേ 5 മിനിറ്റ് സെ ചടി മേ ചലി ഗയി ഏക് ലഡ്കി ജാ രഹി തി. ഫുലേര എന്ന് പറയുന്ന ആ ചെറിയ പട്ടണത്തിലെ മഴമേഘങ്ങൾ നിറഞ്ഞ ആ തെരുവിലൂടെ 5ൽ നിന്നും 6ാം ക്ലാസ്സിലേക്കായ ഒരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു.
उसके पूरे बाल बीरबहूटियों के रंग के लाल रिबन से बंधे थे. അവളുടെ മുടി മുഴുവനും റെഡ് റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. दूसरी दिशा को जाती एक गली में 5 मील से चढ़ी गया 11 साल का लड़का जा रहा था. ആ തെരുവിൽ മറ്റു സൈഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, 5 നിന്നും 6ലേക്കുള്ള 11 വയസ്സുള്ള ഒരു ആൺകുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇസ്കി പിണ്ടലിമേ ബീർബഹൂട്ടിയോं के रंग का 1 इंच का चोट का निशान था. അവൻ്റെ കാൽമുട്ടിന് താഴെയായിട്ട് ബീർബഹൂട്ടിയുടെ നിറത്തിലുള്ള ആഴത്തിലുള്ള ഒരു മുറിവ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ സാഹിലാണ്. അപ്പോൾ ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സൗഹൃദമെന്നും സ്നേഹമെന്നും മിത്രതയെന്നും ഒക്കെ പറഞ്ഞു തരാനാണ്. അപ്പോൾ ഇതിനകത്തുനിന്നും നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും, വാർത്താലാബ് ചോദിക്കും, ഡയറി ചോദിക്കും. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ കുറച്ച് വാക്കുകൾ ഞാൻ തന്നിട്ടുണ്ട്. ഡാലി എന്ന് വെച്ചാൽ ചില്ല അല്ലെങ്കിൽ ശാഖ. പട്ടി എന്ന് പറഞ്ഞാൽ ബാൻഡേജ് ആണ് ഉദ്ദേശിക്കുന്നത്. പിണ്ടലി എന്ന് പറഞ്ഞാൽ മുട്ടിന് താഴെയുള്ള ഭാഗത്തെയാണ് പിണ്ടലി എന്ന് പറയുക. ചൂല എന്ന് വെച്ചാൽ തൊടുക. ഡേട്ട് എന്ന് വെച്ചാൽ 1.5. ചിടഗ്ന എന്ന് പറഞ്ഞാൽ കുടഞ്ഞു കളയുക എന്നുള്ള മീനിങ്ങിലാണ് നിങ്ങൾക്ക് പാഠത്തിൽ കൊടുത്തിരുന്നത്. പകഡ്ന എന്ന് വെച്ചാൽ പിടിക്കുക. ജാഞ്ചിന പരിശോധിക്കുക. പഞ്ചാബ് ഫസാന മുടിക്ക് ചുറ്റി പിടിക്കുക, കുത്തി പിടിക്കുക എന്നാണ്. കാമ്പിന വിറയ്ക്കുക. ഫേങ്കിന എറിയുക. ചിടാന കളിയാക്കുക എന്നാണ് കറക്റ്റ് ചിടാന. ഖാമോഷ് നിശബ്ദം. നിങ്ങൾ നന്നായിട്ട് ഈ പാഠഭാഗം വായിക്കുകയും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ വർക്കൗട്ടുകൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പാഠം വായിച്ച് നല്ല ഭംഗിയായിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും വർക്കൗട്ടുകളും ചെയ്യാൻ പറ്റൂ. അപ്പോൾ അടുത്ത ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.